മലയാള സിനിമയും പൊതുസമൂഹത്തെയും ഏറെ പിടിച്ചുലച്ച നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനാ വിഷയത്തിൽ വിചാരണ കോടതി ദിലീപിന് അനുകൂലമായി പുറപ്പെടുവിച്ച വിധി പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞതിന്റെ നിയമപരവും വസ്തുതാപരവുമായ കാരണങ്ങളാൽ ശ്രദ്ധേയമാണ്. കേസിൽ ദിലീപിനെതിരായ ഗൂഢാലോചനാ വാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി വിധിയിൽ അക്കമിട്ട് നിരത്തുന്നു. വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന കാരണങ്ങൾ തെളിവുകളുടെ അഭാവം, അന്വേഷണത്തിലെ വീഴ്ചകൾ, സാക്ഷികളെ കെട്ടിച്ചമച്ചതിലെ ഗൂഢമായ ഇടപെടലുകൾ എന്നിവയാണ്. നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വമായ സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കുന്നതിന് കാരണമായത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ സമാനതകളില്ലാത്ത കൃത്യവിലോപങ്ങളും വീഴ്ചകളുമാണ്. ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷന്റെ പ്രധാന പിടിവള്ളിയായി അവതരിപ്പിച്ചത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. ദിലീപിനെതിരെ നിർണായകമായ പല വെളിപ്പെടുത്തലുകളും ഇദ്ദേഹം നടത്തിയെങ്കിലും ഈ വെളിപ്പെടുത്തലുകൾ കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ അന്വേഷണ സംഘം സ്വീകരിച്ച രീതികൾ സംശയത്തിന് ഇട നൽകുന്നതായി കോടതി നിരീക്ഷിച്ചു. ദിലീപിനെതിരെ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണ സംഘം പരിശ്രമിച്ചു എന്നതിന്റെ തെളിവുകളായി കോടതി കണ്ടെത്തിയ പ്രധാന വസ്തുതകൾ ഇതാണ്.